മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ മണ്ഡലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും ലക്ഷക്കണക്കിന് പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത് എന്നാണ്. പരാതി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാമോ എന്നറിയില്ല. ഞാനിപ്പോൾ സൂചിപ്പിക്കുകയായിരുന്നു, ഈ അപേക്ഷാ നിവേദനം എന്നൊക്കെ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. അതെന്ത് തന്നെ ആയാലും ഏതാണ്ട് 4 ലക്ഷം രൂപ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സഹകരണ സംഘത്തിൽ വന്ന കുടിശ്ശികയിൽ അതിലൊരു ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിട്ടി സ്വദേശി നൽകിയ പരാതിയിൽ ഏതാണ്ട് 515 രൂപ മാത്രം ഇളവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മറുപടി ലഭിച്ചു എന്ന് പറയുന്നു. എങ്ങനെ നോക്കിക്കാണും ഇത്? ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി എത്രമാത്രം ജനവഞ്ചനാപരമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇപ്പം ഈ വന്നിട്ടുള്ളത്. അതായത് ചോദിച്ച പൈസ പൂർണ്ണമായി ഇളവ് ചെയ്യാൻ വേണ്ടി ഒരു പാവപ്പെട്ടവൻ ചോദിച്ചപ്പോൾ അതിൽ 500 രൂപ കുറച്ചുകൊണ്ട് അയാൾക്ക് മറുപടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ ഈ നവകേരള സദസ്സ് അവസാനിച്ചിട്ട് ദിവസങ്ങളായിട്ടും എത്ര പരാതികൾ വന്നു, അതിൽ എത്ര പരാതികൾ പരിഹരിച്ചു, എത്ര കോടി രൂപയുടെ പരാതികൾ പരിഹരിച്ചു, അതിന്റെ സ്വഭാവം എന്തായിരുന്നു, ഇത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ഇന്ന് ഈ നിമിഷം വരെ പുറത്തു വന്നതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ നമുക്ക് ഓർമ്മയുണ്ട്, UDFന്റെ കാലത്ത് ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരുന്ന ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഇത്തരം വിവരങ്ങൾ അപ്പൊ തന്നെ പുറത്തു വരികയായിരുന്നു. ഇത്ര പരാതികൾ പരിശോധിച്ചു, അതിൽ ഇത്ര എണ്ണത്തിൽ തീർപ്പുണ്ടായി, ആ തീർപ്പുണ്ടായത് ഇന്ന കാര്യങ്ങളാണ്, അത് ഇത്ര കോടി രൂപയുടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമായിരുന്നു. എന്നാൽ ഈ നവകേരള സദസ്സ് നടത്തി ഇത് 37 ദിവസം കഴിഞ്ഞ് ഇപ്പൊ 23-ാം തീയതി ഇത് തീർന്ന് ഇന്നിപ്പോ 26-ാം തീയതി ആയിട്ടും എത്ര പരാതികൾ പരിഹരിച്ചു, എത്ര പരാതികൾ കിട്ടി, ആ പരാതികളുടെ സ്വഭാവം എന്തായിരുന്നു, എത്ര രൂപയുടെ പരാതികൾ പരിഹരിച്ചു, ഇങ്ങനത്തെ യാതൊരു വിവരങ്ങളും ഇന്ന് ഈ നിമിഷം വരെ പുറത്തു വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം അതിനോടൊപ്പം വേണം ഇത് ചേർത്ത് വയ്ക്കാൻ. ഏതാണ്ട് 3,97,000 രൂപയുടെ ഇതിൽ ഇളവ് തരണം എന്ന് പറഞ്ഞു കൊടുത്തതിൽ 500 രൂപയുടെ ഇളവാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വലിയൊരു തട്ടിപ്പും വലിയൊരു പുകമറ സൃഷ്ടിക്കാനും വേണ്ടി നടത്തിയ ഒരു വ്യായാമമായിരുന്നു എന്നുള്ളതിന്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ഈ വന്നിട്ടുള്ള ഈ മറുപടി എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതെ. ശ്രീ കെ എം ഷാജഹാൻ, ഒരു കാര്യം കൂടി, കാരണം ഈ വരവ് ചിലവ് കണക്കുകളിലും വ്യക്തതയില്ലല്ലോ ഇതിനുവേണ്ടി എത്ര രൂപ ചിലവാക്കി എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഈ റോഡുകളിലൊക്കെ പോകുമ്പോൾ ഈ വാഹനങ്ങൾക്ക് പോലും ഒരു പക്ഷേ വഴി മറയുന്ന രീതിയിലാണ് വലിയ ഫ്ലെക്സുകളൊക്കെ ഈ മന്ത്രിമാരുടെ എല്ലാം വെച്ചിരുന്നത്. അത് തൊട്ട് അങ്ങോട്ട് ഈ ചെലവുകളൊന്നും, എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ആകെ സ്റ്റേഷനറിക്കും ചായയ്ക്കും ചിലവാക്കിയ തുകയുടെ കണക്ക് മാത്രമാണ് ഉള്ളതെന്നാണ്. അങ്ങനെ ഒരു തട്ടിപ്പ് കൂടിയുണ്ട്. ഇത് ശരിക്കും നടത്തിയത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ, ഇത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാനും, അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മന്ത്രിമാര് പോയി 140 മണ്ഡലങ്ങളിലും പോയി ഗവൺമെന്റിന്റെ നേട്ടവും ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനവും പറയാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഈ പരിപാടി ഉണ്ടായി. 5 ദിവസമായിരുന്നു അവിടെ ആഘോഷം, 5 ദിവസം. അതിന്റെ ഇടയിൽ ഞാനും ഭാര്യയും കൂടെ പോയി അവിടെ ഗ്രീൻഫീൽഡ് അവിടെ തിയേറ്ററിലും സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഓഡിറ്റോറിയത്തിൽ ഇത് വരുന്നതിന് മുമ്പ് ഗാനമേള നടക്കുകയായിരുന്നു. ആ ഗാനമേളയിൽ അല്പവസ്ത്രധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സ്റ്റാളുകള്, അവിടെ ഭക്ഷണ വിതരണം കാര്യങ്ങള്, റോഡിൽ എത്രയോ മീറ്റർ പൊക്കമുള്ള ഒരു കടകംപള്ളി സുരേന്ദ്രന്റെ കട്ടൗട്ടും അതിനേക്കാൾ പൊക്കമുള്ള പിണറായി വിജയന്റെ കട്ടൗട്ടും. അപ്പം ഇത് കൊടിയേരി കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക സ്രോതസ് ഒന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഒരു അന്വേഷണം നടന്നാൽ എത്ര കോടി രൂപ കടകംപള്ളി സുരേന്ദ്രൻ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകും. അതുപോലെ തന്നെ CPMന്റെ MLA-മാരുടെ എല്ലാം സാമ്പത്തിക സ്രോതസ് നവകേരള സദസ്സിന് മുമ്പും നവകേരള സദസ്സിന് ശേഷവും എന്നുള്ള നിലയിൽ പരിശോധിച്ചാൽ അതിനകത്തേക്കൊക്കെ ശതകോടികൾ വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ തന്നെ പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ചയും പണത്തിന് വേണ്ടി മാത്രമുള്ള ചർച്ചയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. അതുകൊണ്ട് നവകേരള സദസ് കൊണ്ടുണ്ടായത് രണ്ട് നേട്ടമാണ്. ഒന്ന്, പാർട്ടിയുടെ ഖജനാവ് നിറഞ്ഞു, പിന്നെ MLA-മാരുടെ പോക്കറ്റ് നിറഞ്ഞു. അതോടൊപ്പം തന്നെ 140 മണ്ഡലങ്ങളിലും ഖജനാവിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് സർക്കാരിന്റെ ഇല്ലാത്ത കുറെ നേട്ടങ്ങൾ പറയാനും കേന്ദ്ര ഗവൺമെന്റിനെ കുറച്ച് കുറ്റം പറയാനും വേണ്ടിയിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞു. ഇത് രണ്ടുമാണ് നവകേരള സദസ്സിന്റെ നേട്ടം എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ല. കുറെ സ്കൂൾ മതിലുകൾ പൊളിക്കുകയും ചെയ്തു. ശ്രീ KM ഷാജഹാൻ, താങ്കൾ പറയുന്നതനുസരിച്ച് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വലിയ കോർപ്പറേറ്റുകളൊക്കെ നടത്തുന്ന ഈവന്റ് മാനേജ്മെന്റിനെയൊക്കെ ടീമിനൊക്കെ വെച്ച് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. താങ്കൾ പറയുന്ന ഒരു ചിത്രങ്ങൾ വെച്ച് നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടുമ്പോൾ ഈ പറയുന്ന പോലെയാണ് ഈ സ്പോൺസർമാരുടെ കാര്യത്തിൽ ഉൾപ്പെടെ അവ്യക്തതയുണ്ട്. ഈ നാളെ ഈ നാടിന്റെ സംരംഭകരായി അവർ മാറുമെന്നൊക്കെ ആയിരുന്നു മന്ത്രിമാരുടെ അവകാശവാദമെങ്കിലും ഈ പറഞ്ഞതുപോലെയാണ് പാർട്ടി ഫണ്ട് ഇലക്ഷന് മുന്നായി സ്വരൂപിക്കാനും അപ്പം തന്നെ വ്യക്തിപരമായി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും മാത്രമായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 140 മണ്ഡലങ്ങളിലാണ് ഇത് നടന്നിട്ടുള്ളത്. 140 മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരു 2 കോടി രൂപ വെച്ച് നിങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ 250-300 കോടി രൂപ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അത് MLA-മാര് വഴി കണ്ടെത്തിയത്. അത് കൂടാതെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ നേരിട്ട് കണ്ടെത്തിയ പൗരപ്രമുഖരിൽ നിന്ന് കൂടെ കണ്ടെത്തിയ കൂടി കഴിഞ്ഞാൽ അതൊരു 500 കോടി രൂപയിലേക്ക് അത് പോകും. മനസ്സിലായോ? അതിനുവേണ്ടി മാത്രമാണ്. ഇനി ഇതിനു മുമ്പ് ഈ നവകേരള സദസ്സിന് മുമ്പ് ഒരാഴ്ച ഇവിടെ വേറൊരു വ്യായാമം നടത്തിയിരുന്നു. അതിന്റെ പേരായിരുന്നു കേരളീയം. ആ കേരളത്തിൽ കൂടെയും കോടിക്കണക്കിന് രൂപ എത്രയെടുത്തെത്തി. അപ്പൊ ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മതിൽ പൊളിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. മതിൽ പൊളിച്ചത് ആരുടെ കാശ് കൊണ്ടാ? മതിൽ പൊളിച്ചത് എന്റെ നിങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. മതിൽ കെട്ടിയത് ആരുടെ കാശ് കൊണ്ടാ? എന്റെ നിങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. എന്തിനാണ് അത് ചെയ്തത്? അപ്പൊ ആത്യന്തികമായി കുറെ മതിൽ പൊളിച്ച് കുറെ മതിൽ കെട്ടി കുറെ CPM MLA-മാരുടെയും പാർട്ടിയുടെയും പോക്കറ്റിലേക്ക് ഖജനാവിലേക്ക് കുറെ കോടികൾ പോയി. കുറെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലി പൊളിച്ചു, കൈ ഒടിച്ചു, കാലൊടിച്ചു ഒക്കെ ചെയ്തു. ഇത് മൂന്ന് മാത്രമേ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ജനത്തിന് ഒരു നയാ പൈസയുടെ നേട്ടം ഇതിനകത്തുനിന്നുണ്ടായെന്നുള്ളത് സർക്കാർ പോലും അവകാശപ്പെടുന്നില്ല. നമ്മളല്ല, സർക്കാർ പോലും അത് അവകാശപ്പെടുന്നില്ല. അത്രേ ഉള്ളൂ. അതെ, ഈ 515 രൂപയുടെ ഒരു നേട്ടമുണ്ടായി, അത് നമ്മൾ മറന്നു പോയിരുന്നതാണ് ശ്രീ KM ഷാജഹാൻ. അതെ, ഒരു ഗുഡ് സർവീസ് എൻട്രി കൂടി ഈ തല തല്ലി പൊളിച്ച ഉദ്യോഗസ്ഥർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത നമ്മൾ ഇന്നലെ കണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് കയ്യും മെയ്യും മറന്ന് സംരക്ഷണം ഒരുക്കി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഗുഡ് സർവീസ് എൻട്രിയാണ് കൊടുത്തത്. പട്ടുമുളയൊക്കെ പണ്ട് മഹാരാജാക്കന്മാരുടെ കാലത്ത് കൊടുക്കുമായിരുന്നു, ആ ഒരു രീതി. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയടിച്ച് പൊട്ടിക്കുകയും കൈയും കാലും ഒക്കെ അടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുടെ ജനനിയന്ത്രണത്തിൽ പോലും പരിക്കേൽപ്പിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ വയറിട്ട് ലാത്തി കൊണ്ട് കുത്തിയ അത്തരത്തിൽ അടിച്ചമർത്തൽ നടത്തിയിട്ടുള്ള പോലീസുകാർക്ക് എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം എടുത്ത് ഖജനാവിൽ നിന്ന് ഗുഡ് സർവീസ് എൻട്രി കൂടി കൊടുത്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി ശ്രീ KM ഷാജഹാൻ. വിലയിരുത്തലുകളൊക്കെ കൃത്യമാണ്. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.